ബ്രാൻഡ് ബുക്കിന്റെ റേഡിയോ മാഗസിനിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് സക്സസ് ഫ്രീഡം കമ്മ്യൂണിറ്റി ആൻഡ് അക്കാഡമി, അതായത് SFCA എന്നൊരു സംരംഭത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ്. അതെ. ഇതിന്റെ സ്ഥാപകൻ സാജു സക്സസ് നൽകിയ വിവരങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ശരി. ഈ അഭിമുഖം കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. നമ്മുടെയെല്ലാം സാധാരണ ചെലവുകളില്ലേ, അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം എന്ന ആശയം കേൾക്കാൻ നല്ല രസമുണ്ട്. തീർച്ചയായും ആകർഷകമാണ്. പക്ഷേ ഇത്രയും വിപുലമായൊരു സംവിധാനം യഥാർത്ഥത്തിൽ നടപ്പിലാവുമോ? പ്രായോഗികമാണോ? അതൊരു പ്രധാന ചോദ്യമാണ്. അപ്പോ ഈ അഭിമുഖത്തിലെ വിവരങ്ങൾ വെച്ച് നമുക്ക് ഈ ആശയം ഒന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. നമ്മളിന്ന് നോക്കുന്നത് സ്ഥാപകന്റെ കാഴ്ചപ്പാടുകളാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അതെ. ഈ അഭിമുഖത്തിൽ SFCA എന്ന ആശയത്തെക്കുറിച്ചും പിന്നെ അതിന്റെ പിന്നിലൊരു ഇൻസ്പിറേഷൻ, അത് ലക്ഷ്യമിടുന്ന ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സംരംഭം സ്വയം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാന വാഗ്ദാനങ്ങൾ, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ശരി. അഭിമുഖത്തിന്റെ തുടക്കത്തിൽ തന്നെ സാജു സക്സസ് തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഉണ്ട്. ബിസിനസ്സിലൊരു ചതി പറ്റി, സാമ്പത്തിക നഷ്ടം വന്നു എന്നൊക്കെ. അതെ, ആ ഒരു പ്രതിസന്ധി, അതിൽ നിന്നാണ് ഈ ആശയം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ചിലവുകൾ തന്നെ വരുമാനമാകണം, സാധാരണക്കാർക്കൊരു ലക്ഷ്യം വേണം എന്നൊരു ചിന്ത, അത് ആ അനുഭവത്തിൽ നിന്നാണ് വന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇങ്ങനൊരു സാമൂഹിക സാമ്പത്തിക സംരംഭത്തിന്റെ ആശയം വന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതെ, ഒരു തുടക്കം അങ്ങനെയാണ്. അതെ, അവരുടെ ഒറിജിൻ സ്റ്റോറിയുടെ ഭാഗമാണത്. അദ്ദേഹം ഒരു കണക്ക് ടീച്ചറായിരുന്ന കാര്യവും പറയുന്നുണ്ടല്ലോ. 25 വർഷത്തോളം പഠിപ്പിച്ച അനുഭവം പറയുന്നുണ്ട്. കുട്ടികളുടെ കണക്കിലെ പേടി മാറ്റാൻ ചില എളുപ്പവഴികൾ ഉപയോഗിച്ചതുപോലെ ജീവിതത്തിലെ ഈ പണത്തിന്റെ പ്രശ്നങ്ങൾക്കും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. കണക്കിലെ പ്രോബ്ലം സോൾവിംഗ് പോലെ സാമ്പത്തിക കാര്യങ്ങളിലും ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച്. ഓക്കെ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാമെന്നൊരു തത്വം, അത് ഇവിടെയും കൊണ്ടുവരാൻ നോക്കുന്നു. സാജു സക്സസ് എന്ന പേരിനെക്കുറിച്ചും അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്. അതെന്താണ്? താൻ വിജയിച്ചതുകൊണ്ടല്ല, മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കണമെന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ആ പേരെടുത്തതെന്നാണ് മറുപടി. ഓക്കെ, അത് കൊള്ളാം. അപ്പോ എന്താണ് ഈ SFCA? ഒരു സംഘടനയേക്കാൾ ഒരു മുന്നേറ്റം, ഒരു മൂവ്മെന്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതെ. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മളീ പറയുന്ന പോലെ നമ്മുടെ ഡെയിലി ചെലവുകൾ. അത് പെട്രോൾ അടിക്കുന്നതാവാം, കടയിൽ പോയി സാധനം വാങ്ങുന്നതാവാം, പലചരക്ക് സാധനങ്ങൾ, അതെല്ലാം ഒരു വരുമാന മാർഗമാക്കാം എന്ന വാഗ്ദാനമാണ്. ഇതൊരു സാധാരണ ക്യാഷ് ബാക്ക് പോലെയല്ലേ? അല്ല, ഒരു സ്ഥിരം വരുമാന സ്രോതസ്സായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അതാണൊരു പുതുമയായിട്ട് സ്ഥാപകൻ പറയുന്നത്. ചിലവുകൾ വരുമാനമാകുന്നു, കുടുംബം സ്വാതന്ത്ര്യം നേടുന്നു, ജീവിതം ഒരു പാരമ്പര്യമാകുന്നു, അങ്ങനൊരു മുദ്രാവാക്യവും പറയുന്നുണ്ട്. എക്സ്പെൻസസ് ടു ഇൻകം, ഫാമിലി ടു ഫ്രീഡം, ലൈഫ് ടു ലെഗസി. വ്യക്തിഗത വളർച്ച, ആരോഗ്യം, സമ്പത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു ഹോളിസ്റ്റിക് പ്ലാറ്റ്ഫോമാണെന്നും പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മലയാളിക്കൊരു മോൾ എന്ന ആശയം. അതെന്താണ്? ഓരോ കുടുംബത്തിനും സ്വന്തമായി ഒരു ഡിജിറ്റൽ മോൾ. ഡിജിറ്റൽ മോൾ. അതെ. നമ്മൾ സാധാരണ ഓൺലൈനായോ അല്ലാതെയോ ചെയ്യുന്ന പർച്ചേസുകൾ, റീചാർജ്, യാത്ര, ഷോപ്പിംഗ്, അതെല്ലാം ഈ ഡിജിറ്റൽ മോൾ വഴി നടത്തുമ്പോൾ അതിന്റെ ഒരു ഷെയർ വരുമാനമായി കിട്ടും. അതാണ് വാഗ്ദാനം. ഇവിടെയാണ് എനിക്കൊരു സംശയം. ഈ ഡിജിറ്റൽ മോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഏതാണ് പ്ലാറ്റ്ഫോം? ശരിയാണ്. കടക്കാരൊക്കെ എങ്ങനെ ഇതിൽ വരും? ഈ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ വരുമാനം അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? എവിടുന്നാണ് ഈ പണം വരുന്നത്? അതെ, ആ കാര്യങ്ങൾ, ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോഡൽ, അത് അഭിമുഖത്തിൽ അത്ര വ്യക്തമല്ല. അല്ല. ആശയം പറയുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ നടക്കുമെന്നുള്ളത് അത് പ്രധാനമല്ലേ? വളരെ പ്രധാനമാണ്. GG ഡിജിറ്റൽ മോൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് GG? എന്താണതിന്റെ സ്പെഷ്യാലിറ്റി? അതൊന്നും വിശദീകരിക്കുന്നില്ല. അതൊരു ബ്രാൻഡ് നെയിം ആയിരിക്കാം. പക്ഷെ ആ പ്രായോഗിക വശങ്ങൾ അഭിമുഖത്തിൽ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഈ ആശയം സമൂഹത്തിലെ പല തട്ടിലുള്ള ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നു എന്ന് നന്നായി പറയുന്നുണ്ട്. അത് ശരിയാണ്. വിദ്യാർത്ഥികൾ മുതൽ റിട്ടയർഡ് ആയവർ വരെ, വീട്ടമ്മമാർ, ബിസിനസ്സുകാർ. അതെ, മിക്കവാറും എല്ലാ വിഭാഗങ്ങളെയും ഇതിൽ കൊണ്ടുവരാൻ ഒരു ശ്രമം കാണാം. ഓരോ വിഭാഗത്തിനും ഓരോ പ്രത്യേക ഓഫർ പോലെയാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് ടു CEO, പോരാത്തതിന് പോക്കറ്റ് മണി ചെലവാക്കുമ്പോൾ തന്നെ വരുമാനം.
പഠിക്കുമ്പോൾ തന്നെ ഒരു സംരംഭകനാകാം എന്നൊരു മെസ്സേജ്. അതെ. വീട്ടമ്മമാർക്കോ? അവർക്ക് കിച്ചൺ ടു ക്യാഷ് ഫ്ലോ. കിച്ചൺ ടു ക്യാഷ് ഫ്ലോ. അതെ, വീട്ടിലെ ചെലവ് മാനേജ് ചെയ്യുന്നവരെ സ്വന്തം ഡിജിറ്റൽ മാളിന്റെ ഓണറാക്കി മാറ്റും. സാമ്പത്തിക സ്വാതന്ത്ര്യം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതൊക്കെയാണ് ലക്ഷ്യം. വിരമിച്ചവർക്കോ? അവർക്ക് റിട്ടയർ ടു റിജോയ്സ്, ഒരു സെക്കൻഡ് ഇന്നിങ്സ്. ഓക്കെ. പെൻഷൻ ഉണ്ടാവും, എന്നാലും അതോടൊപ്പം ഒരു അധിക വരുമാനം. പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമയം ചെലവഴിക്കാം. അങ്ങനൊരു ലക്ഷ്യബോധമുണ്ടാകും എന്നും പറയുന്നു. അപ്പോ ബേസിക് ഐഡിയ ഒന്ന് തന്നെ, ചെലവ് വരുമാനമാക്കുക. പക്ഷേ അത് ഓരോ ഗ്രൂപ്പിനും പറ്റുന്ന രീതിയിൽ പാക്ക് ചെയ്ത് അവതരിപ്പിക്കുന്നു, അല്ലേ? അതെ, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാഗ് ലൈൻസ്, വാഗ്ദാനങ്ങൾ. ശരിയാണ്. ഇനിയിപ്പോ വ്യക്തികൾക്ക് മാത്രമല്ല, നിലവിലുള്ള ബിസിനസ്സുകൾക്കും സംഘടനകൾക്കും ഇതിൽ ബെനഫിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് 2 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, ബിസിനസ് ഗ്രോത്ത്. ചെറിയ കടകൾക്ക് പോലും ഒരു ഡിജിറ്റൽ പ്രസൻസ് കിട്ടും, മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തേതോ? ഇരട്ട വരുമാനം, ഡബിൾ ഇൻകം. അതെങ്ങനെ? അതായത് കടയിലെ ലാഭം കിട്ടും, അതിനു പുറമെ സ്വന്തം കുടുംബത്തിന്റെ ചെലവിൽ നിന്നും ഈ ഡിജിറ്റൽ മാൾ വഴി ഒരു ക്യാഷ് ബാക്കും. ആഹാ, കൊള്ളാമല്ലോ. കടയുടമയ്ക്ക് കച്ചവടത്തിൽ നിന്നും ലാഭം, വീട്ടിലെ ചെലവിൽ നിന്നും വരുമാനം. അതാണ് അവകാശവാദം. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും, വലിയ ബിസിനസ്സുകൾക്ക് ഫ്രാഞ്ചൈസി കൂട്ടാനും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസം നേടാനും പറ്റുമെന്നും പറയുന്നു. എല്ലാത്തരം ബിസിനസ്സിനും ഒരു ആക്സിലറേറ്റർ പോലെ പ്രവർത്തിക്കുമെന്ന്. അതെ, അതാണ് പിച്ച്. സാമൂഹ്യ സംഘടനകളുടെ കാര്യം പറഞ്ഞത് രസമുണ്ട്. ലയൺസ്, റോട്ടറി, JCI, BNI, അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ. അതെ, അവർക്കൊക്കെ SFCAയിൽ ചേർന്നാൽ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു റെസിഡൻസ് അസോസിയേഷൻ, അവിടത്തെ മെമ്പർമാരുടെ ചെലവിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനം അസോസിയേഷന്റെ മെയിന്റനൻസ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു പൊതുവായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാം. ഇത് കുറച്ച് അതിമോഹപരമായ ഒരു വാഗ്ദാനം പോലെയുണ്ട്. തീർച്ചയായും. അസോസിയേഷനുകൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേറെ വഴികൾ നോക്കണ്ട. ഒരു സക്സസ് സ്മോൾ ഗ്രാമം ഹബ്ബായി മാറാമെന്നൊക്കെ പറയുന്നു. അതായത് നിലവിലുള്ള സോഷ്യൽ സ്ട്രക്ചറുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു സാമ്പത്തിക ഉത്തേജനം നൽകാനെന്നാണ് ആശയം. അതെ, സ്ഥാപകൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ വീണ്ടും പ്രാക്ടിക്കാലിറ്റി, ഇതെങ്ങനെ നടപ്പാക്കും? നിലവിലുള്ള ഫണ്ട് കളക്ഷൻ രീതികളെ ഇതെങ്ങനെ ബാധിക്കും? അതൊക്കെ ചോദ്യങ്ങളാണ്. ശരിയാണ്. ഇനി ചില പ്രത്യേക തൊഴിൽ മേഖലകളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സിനിമ, സീരിയൽ ഫീൽഡിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ. അവരുടെ വരുമാനം സ്ഥിരമല്ലാത്തതുകൊണ്ട്. അതെ, അവർക്ക് ഈ ദൈനംദിന ചിലവുകൾ ഒരു വരുമാനമാക്കാൻ പറ്റുമെന്നും അമ്മ, മാക്ട പോലുള്ള സംഘടനകൾക്ക് വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്നും ഒരു വാഗ്ദാനമുണ്ട്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഈ ആർട്ടിസ്റ്റുകളെ തന്നെ ഇതിന്റെ പ്രചാരകരാക്കാം. മെസഞ്ചർ എന്ന് പറയുന്നതാണ്. അതെ, അത് ശ്രദ്ധിച്ചു. മലയാളിക്കൊരു മാൾ എന്ന ആശയം വേഗത്തിലെത്തിക്കാൻ. അതുപോലെ വിമുക്ത ഭടന്മാർ, അവരുടെ ഡിസിപ്ലിനും ലീഡർഷിപ്പും അത് SFCAയുടെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ വാർഡ് കമാൻഡർ പോലെയുള്ള റോളുകളിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നു. സേർവ് ടു ഷൈൻ, പെൻഷനോടൊപ്പം അധിക വരുമാനം, ലക്ഷ്യബോധം. അതെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യവും പറയുന്നു. സ്ഥിര വരുമാനമുണ്ടെങ്കിലും ചെലവ് കൂടുന്നു. അവർക്കും ഈ ഡെയിലി പർച്ചേസിലൂടെ അധിക വരുമാനം, റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷനും ഈ വരുമാനവും, ഡബിൾ സെക്യൂരിറ്റി. സ്റ്റുഡന്റ് ടു CEO, AI സ്കിൽസ്, ലീഡർഷിപ്പ് അവസരം. വനിതാ സംരംഭകർക്ക് കിച്ചൺ ടു ക്യാഷ് ഫ്ലോ വഴി CEO ആകാം. അവരുടെ പ്രോഡക്ട്സിന് കേരളം മുഴുവൻ മാർക്കറ്റ്, ഡിജിറ്റൽ ട്രെയിനിംഗ്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആളുകളെയും ഓർഗനൈസേഷനുകളെയും സ്ഥാപനങ്ങളെയും ഇതിന്റെ ഭാഗമാക്കാൻ SFCA ശ്രമിക്കുന്നു. അതെ, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഓഫറുണ്ട്. അതെ, ആ ചിലവ് വരുമാനം എന്ന കോർ ഐഡിയ ഓരോരുത്തർക്കും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ സംരംഭം വെറും സാമ്പത്തിക കാര്യങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് അഭിമുഖത്തിലെ അടുത്ത പ്രധാന പോയിന്റ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അതെങ്ങനെയാണ്? അതെ, അവിടെയാണിത് കുറച്ചുകൂടി വ്യത്യസ്തമാകാൻ ശ്രമിക്കുന്നത്. ബിസിനസിന്റെ കൂടെ ഹീലിംഗ് കൂടി വരുന്നു. ഹീലിംഗോ? അതെ, റേക്കി, മറ്റ് ഓൾട്ടർനേറ്റീവ് തെറാപ്പികൾ. അതുവഴി ഒരു കുടുംബത്തിനു ഒരു ഹീലർ എന്നൊരു ലക്ഷ്യം. ഓഹോ. പിന്നെ ഹീൽ ടു ഏൺ, അതായത് ഹീലിംഗിലൂടെയും വരുമാനം നേടാം എന്നൊരാശയം. ഇത് ശരിക്കൊരു യു ടേൺ പോലെയാണല്ലോ.
പൈസയുടെ കാര്യം പറഞ്ഞിട്ട് റേക്കി, ഹീലിംഗ്. അതെ, കുറച്ച് അപ്രതീക്ഷിതമാണ്. അപ്പോ സാമ്പത്തിക വളർച്ച മാത്രമല്ല, മെന്റൽ ഹെൽത്ത്, വെൽബീയിങ് അതും ലക്ഷ്യമാണെന്നാണോ? സ്ഥാപകൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. സ്ട്രെസ് ഇല്ലാത്ത ആരോഗ്യകരമായ ഒരു സമൂഹം, അതാണ് ലക്ഷ്യമെന്ന് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത് SFCAയെ ഒരു വെറും ബിസിനസ് പ്ലാൻ എന്നതിനേക്കാൾ ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ശ്രമമായിട്ട് കാണാം. ശരിയാണ്. ഫൈനാൻഷ്യൽ ഗ്രോത്തിനെയും പേഴ്സണൽ വെൽബീയിങ്ങിനെയും ഇങ്ങനെ ഡയറക്റ്റായി കണക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അതെ, അതൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണോ ഈ വരുമാന നേട്ടങ്ങളെ 7 ഘട്ടങ്ങളായി തിരിക്കുന്നത്, എന്നിട്ട് അതിനെ ശരീരത്തിലെ 7 ചക്രങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത്? അതെ അതെ, 100 രൂപ മുതൽ 100 കോടി വരെ 7 ലെവൽസ്. 100 കോടിയോ? അതെ, ആ 7 ഇൻകം മൈൽ സ്റ്റോൺസ് അത് നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ സാമ്പത്തിക വളർച്ച കൂടെ ആത്മീയ വളർച്ച രണ്ടും ഒരുമിച്ച്. അതെ, അതാണ് ആശയം. സാമ്പത്തിക പുരോഗതിയെ വെറും പണമായിട്ടല്ല, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് ആ ഹോളിസ്റ്റിക് എന്ന വാക്കിന് കൂടുതൽ അർത്ഥം കൊടുക്കുന്നു. ഓക്കെ, അപ്പോ സാജു സക്സസിന്റെ ഈ അഭിമുഖത്തിൽ നിന്ന് SFCAയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ? പറയാം. കേരളത്തിലെ ഒരുപാട് തരം ആളുകളുടെ ദൈനംദിന ചെലവുകൾ ഒരു ഡിജിറ്റൽ മോൾ വഴി വരുമാനമാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രോജക്റ്റ്. ശരി. ഇത് വെറും പൈസ മാത്രമല്ല, വ്യക്തിഗത വളർച്ച, ആരോഗ്യം, സാമൂഹിക ബന്ധം, പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മീയത വരെ ഉൾക്കൊള്ളുന്ന ഒരു ഹോളിസ്റ്റിക് മുന്നേറ്റമായിട്ടാണ് അവർ പറയുന്നത്. അതെ, മലയാളിക്കൊരു മാള് എന്ന ആശയം അതിന്റെ സെന്ററിലുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ സംസാരിച്ചതെല്ലാം ആ ഒരൊറ്റ അഭിമുഖത്തെ ബേസ് ചെയ്താണ്. തീർച്ചയായും ഇത് സ്ഥാപകന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെയാണ്. ആശയം കേൾക്കാൻ വളരെ അട്രാക്റ്റീവാണ്, സംശയവുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ, ഇതിന്റെ പ്രായോഗികത, ഈ ഫിനാൻഷ്യൽ മോഡൽ സസ്റ്റൈനബിൾ ആണോ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ശരിക്ക് വർക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന വരുമാനം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതൊന്നും ക്ലിയർ അല്ല. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത വേണം. അഭിമുഖം സ്വാഭാവികമായും പോസിറ്റീവ് സൈഡിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ശരിയാണ്. ഏത് പുതിയ സംരംഭമായാലും ഐഡിയ പോലെ തന്നെ പ്രധാനമാണ് അതിന്റെ എക്സിക്യൂഷനും ട്രാൻസ്പെറൻസിയും. അതെ. ഈ അഭിമുഖം കേട്ടുകഴിയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾക്കും കൂടുതൽ സംശയങ്ങളുണ്ടാവാം. ഒരു അവസാന ചിന്തയായിട്ട്, ഈ അഭിമുഖത്തിൽ നേരിട്ട് പറയാത്ത പക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം പറയട്ടെ? പറയൂ. അഭിമുഖം ഫോക്കസ് ചെയ്യുന്നത് ഓരോ കുടുംബത്തിനും സ്വന്തം ചിലവ് എങ്ങനെ വരുമാനമാക്കാം എന്നതിലാണ്. അതെ, ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്. എന്നാൽ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി ചിന്തിച്ചാൽ, ഒരു വലിയ സമൂഹം, ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഒന്നടങ്കം ഈ സിസ്റ്റത്തിലേക്ക് മാറിയെന്ന് കരുതുക. ഓക്കെ. അതായത് എല്ലാവരും ഒരു പ്രത്യേക ഡിജിറ്റൽ മോൾ വഴി മാത്രം സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ വന്നാൽ അതിന്റെ ഒരു സോഷ്യൽ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. നിലവിലുള്ള ലോക്കൽ ബിസിനസ്സുകൾ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ, മറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, അതിനെയൊക്കെ ഇതെങ്ങനെ ബാധിക്കും? ശരിയാണ്. ഒരു വലിയ ജനവിഭാഗത്തിന്റെ കൺസംഷൻ പാറ്റേൺ ഒരൊറ്റ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുന്നത് അത് ലോങ് ടേമിൽ നല്ലതാണോ ചീത്തയാണോ? ഇതൊന്നും അഭിമുഖത്തിൽ പറയുന്നില്ല. ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന്റെ ഒരു വലിയ പിക്ചർ, അതിന്റെ വൈഡർ ഇംപ്ലിക്കേഷൻസ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും.